കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. വസ്ത്ര വ്യാപാര രംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം. മുറാദ് വെഡിംഗ് സെന്റർ, കുറ്റിപ്പുറം റോഡ്, കാരത്തൂർ. 54 വയസ്സായി, എന്നിട്ടും സീറ്റ് തന്നില്ല. പകരം മകൻ്റെ പ്രായമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ നോമിനേഷൻ നൽകാനെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന നോമിനികളെ പ്രലോഭിപ്പിച്ച് പിന്തിരിപ്പിച്ചു. വാർഡിലെ ജനങ്ങളോടുള്ള സ്നേഹം അത് മറക്കില്ല. നോട്ടയ്ക്ക് വോട്ട് ചോദിച്ച് രംഗത്തുണ്ടാവുമെന്ന് പൊതുപ്രവർത്തകൻ അലി പുല്ലൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. തലക്കാട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ പുല്ലൂരിലാണ് സംഭവം. സ്ഥാനാർത്ഥിയാവണമെന്ന അതിയായ മോഹം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച അലി പുല്ലൂരിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെയാണ് അലി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചത്. നിരന്തരം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് ഒരു സീറ്റ് പോലും കിട്ടാതെ 54 വയസ്സായി. ഇനി അടുത്ത 5 വർഷം കൂടി കഴിഞ്ഞാൽ ഞാൻ 54, 5, 58, 60 വയസ്സാകും. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ എൻ്റെ പാർട്ടി നേതാക്കളോട് ചോദിച്ചപ്പോൾ ഒരു സീറ്റ് പോലും നൽകാതെ എൻ്റെ മകന് പ്രായം തോന്നിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാകുമ്പോഴോ പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുമ്പോൾ പഞ്ചായത്തിൽ പോയാൽ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ 6 മാസം ഇവിടെ തയ്യണം, ഗൾഫിൽ നിന്ന് വിസ ഇല്ലാത്ത ആളാവണം എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് 2 സെറ്റ് പത്രിക പൈസ വാങ്ങി 2 സെറ്റ് തെരഞ്ഞെടുപ്പ് വാർഡിലെ പത്രിക ഞാൻ വാങ്ങുകയും അങ്ങനെ സ്വയം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരരംഗത്തേക്ക് എല്ലാ കടമ്പകളും അതുപോലെ തന്നെ പത്രിക തെറ്റില്ലാത്ത പത്രിക പൂരിപ്പിക്കാനും പട്ടിക പൂരിപ്പിച്ച് എല്ലാം നല്ല കഴിവുള്ള ആളുകളെ കൊണ്ട് ഇനി റിട്ടേൺ വേണ്ട എന്ന് കരുതി ഫോട്ടോ അടക്കമുള്ള 2 സെറ്റ് പത്രിക തയ്യാറാക്കി 2 നോമിനികളെയും സംഘടിപ്പിച്ച് നോമിനേഷൻ കൊടുക്കുന്ന വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് നോമിനികളേറ്റും പോയി തലക്കാട് പഞ്ചായത്തിലേക്ക് പോകണം. അവിടെ 2 പാർട്ടികളും നമ്മളെ ഗരവ ചെയ്യാനും നമ്മളെ ഭീഷണിപ്പെടുത്താനും നമ്മൾ സ്ഥലം ചെയ്യാനും അങ്ങനെ ഞാൻ സിവിൽ സ്റ്റേഷനിൽ അവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ് അവിടെ തലക്കാട് പഞ്ചായത്തിന് ചുമതല ആ ഇറിഗേഷൻ ചുമതലയുള്ള ആ ഓഫീസറിലെ സാന്നിധ്യത്തിലേക്ക് ഞാൻ പത്രിക സമർപ്പിക്കാനുള്ള നോമിനികളേറ്റ് പോകുന്ന ആ സാഹചര്യം കണക്കാക്കി തക്കം പാർത്ത് അവിടെ 2 ആള്, ഞങ്ങളെ പഞ്ചായത്തിലെ 2 ആള്. അതുപോലെ തന്നെ ഇവിടെ മീഡിയ ഫ്ലാറ്റ് ഉണ്ട്, അവിടെയും ഒരാൾ. എൻ്റെ അടുത്ത സ്നേഹിതന്മാരും ഈ പാർട്ടി പ്രവർത്തകരും ഈ തലക്കാട് പഞ്ചായത്തിലെ സജീവ സാന്നിധ്യമായ ആളുകളുടെ സാന്നിധ്യം അവിടെ കണ്ടു. ഇത് ഒരിക്കലും ഞാൻ കളവല്ല, സത്യമാണ്. എൻ്റെ മൊബൈലിൽ ഫുള്ള് ഇതടക്കമുണ്ട്. അങ്ങനെ 2 നോമിനികളെയും ഭീഷണിപ്പെടുത്തുക, അവരെ നിരന്തരം ഫോൺ ചെയ്യുക, അവരെ പല രീതിയിൽ മക്കളെ കൊണ്ട് വിളിപ്പിക്കുക, അങ്ങനെ നിരന്തരം അവരെ ഹറാസ്മെന്റ് ചെയ്ത് അവരെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ 3 മണി വരെ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു നോമിനിയെ ഞാൻ ഓൺ ദ വേല് എത്താൻ പറ്റിയില്ല. 3 മണിയായപ്പോൾ ഓഫീസർ പറഞ്ഞു യുവർ ആപ്ലിക്കേഷൻ ക്യാൻസൽ ബിക്കോസ് യു ആർ നോട്ട് സബ്മിറ്റ് നോമിനി ഓൺ ദ സ്പോട്ട് ടൈം. അങ്ങനെ പറഞ്ഞ് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യണം. അപ്പോൾ കഴിവുള്ള ആളുകളെ, ഞാൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ കഴിവുള്ള ആളുകൾ, പ്രവാസികളെ പ്രത്യേകിച്ച് ഒരു താഴെപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എത്രയോ ആളുകളുണ്ട്, കഴിവുള്ള ആളുകൾ. ഞങ്ങൾ സുന്നികളായിരിക്കും, സുന്നികൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഇത് പൊതുസമൂഹത്തിനിടയിൽ അങ്ങനെ സമൂഹത്തിനിടയിൽ ചിഹ്ന ഭിന്നമാക്കാനോ സമൂഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനമൊന്നും നടക്കില്ല. അവർ മനസ്സിലുണ്ടാവും, പക്ഷെ പ്രവൃത്തിയിലുണ്ടാവില്ല. അങ്ങനെ ആളുകളെ തിരസ്കരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇത്. സമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ട് 4-ാം വാർഡിൽ ഞാൻ നോട്ടൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പം അത്ര എൻ്റെ വിഷമം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നോമിനേഷൻ നൽകാനായി കൂടെയുള്ളവരെയും കൂട്ടി പത്രിക നൽകാനെത്തി. കൂടെയുള്ള 2 നോമിനികളെയും പ്രലോഭിപ്പിച്ച് പിന്തിരിപ്പിച്ചെന്നും തന്റെ ഉദ്യമത്തെ പലരും പരാജയപ്പെടുത്തിയെന്നും അലി പറയുന്നു. വാർഡിലെ വോട്ടർമാരോടുള്ള സ്നേഹം കണക്കിലെടുത്ത് നോട്ടയ്ക്ക് വോട്ട് ചോദിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാനാണ് ഇനിയുള്ള തീരുമാനമെന്നും അലി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെട്ടന്യൂസ്, തിരൂർ.